ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഡേ 2 ആണെന്ന്. ഡേ 2 അറ്റ് പട്ടായ. നമ്മളിപ്പോ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാട്ടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഇട്ട് നോക്കാം. ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ ബിൽഡിംഗ് 3 ബിൽഡിംഗ് 1 എത്തണം. ഒരിക്കലും ഞാൻ കാണിച്ചത് ഞങ്ങളുടെ സ്റ്റേ അയ്യാറ ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ അവിടെ 3 ബിൽഡിങ്ങിൽ 3rd ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ സ്റ്റേ. അവിടുന്ന് ഫസ്റ്റ് ബിൽഡിങ്ങിലേക്ക് പോകണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ ഇത് 3rd ബിൽഡിങ്. അവിടുന്ന് ഫസ്റ്റ് ബിൽഡിങ്ങിലേക്ക് പോകണ ഒരു പാത്ത് ആണിത്. കുറേ പച്ചക്കും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു വഴിയാണ് കേട്ടോ അത്. അപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ശേഷം നമുക്ക് ബ്രെഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്നത് 2 ടൈപ്പ് ജാമും അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്യാനുള്ള മെഷീനും ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്ത് അത് 2 ടൈപ്പ് ബ്രെഡും മയോണൈസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്ത് ചായ, കാപ്പി, അതുപോലെ പാല് ഇതൊക്കെ ചൂടാക്കിയിട്ടും അങ്ങനെയും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മെയിൻ കോഴ്സിൽ വരണത് നമ്മുടെ മുട്ട 2 ടൈപ്പ് ബോയിൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ക്രാമ്പിൾഡ് ചോദിച്ചാലും അതുപോലെ തന്നെ മറ്റേ പുഴുങ്ങിയിട്ടുള്ള രീതിക്ക് ചോദിച്ചാലും നമുക്കത് അവരുണ്ടാക്കി തരും. അപ്പം അതിൻ്റെ അപ്പുറത്ത് പിന്നെ നമുക്ക് സോസേജ്, അതുപോലെ തന്നെ പാസ്തയുടെ ഒരു ക്രീമ്, പിന്നെ നൂഡിൽസിൻ്റെ മിക്സഡ് നൂഡിൽസ്, പിന്നെ പോർക്കിൻ്റെ ഒരു മിക്സ് ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്ത് വെച്ചത്, പിന്നെ ഈ വെജ് ഫ്രൈഡ് റൈസ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വെജ് ഫ്രൈഡ് റൈസ് ആണ്. അതാണ് ആക്ച്വലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ തായ് സ്റ്റൈലായിരുന്നു. നമുക്ക് അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറേ സാലഡ്സിന് വേണ്ടിയിട്ട് കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ 2 സോസും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ സൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫ്ലേവേർഡ് സൂപ്പ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മിക്സും അപ്പുറത്തുണ്ട്. അതിനുശേഷം ഡ്രിങ്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ 3 കളറിലുള്ള ഡ്രിങ്ക്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ഒരെണ്ണം ഓറഞ്ച് ജ്യൂസ് ആണ്. ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ക്ലിയർ ആയില്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന ഇതാ ചോക്കോസും കോൺഫ്ലേക്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ എടുത്തിട്ട് പോകുന്നു. അപ്പോൾ അതിൽ എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ഞാൻ ചെയ്തത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ പാസ്തയും ആ ക്രീമും കൂടെ അതും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കണ്ട ഒരു ബ്രെഡിൽ പച്ച കളറിൽ കണ്ടത് ആ സംഭവം കൂടുതൽ സ്വീറ്റ് ആയിരുന്നു, മറ്റുള്ള ഒരു സംഭവം. അങ്ങനെ ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് അത്യാവശ്യം വിശപ്പ് വയറ് നിറയ്ക്കാൻ പറ്റിയ വിശപ്പുണ്ടാകും. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നതായാലും അതും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഫുഡ് ഓൾമോസ്റ്റ് കുഴപ്പമില്ല. ഇന്നലത്തെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് കുറേ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യനാണ് കുറച്ച് കുറവായിട്ടിരിക്കുന്നത് ടേസ്റ്റിൽ. പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചു തന്നെ ക്രാമ്പിൾഡ് എഗ്സ് ഒക്കെ നമുക്ക് അവർ തന്നെ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റ് ആണ്, 8:30. നമുക്ക് 9 മണിക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഇനി ഡ്രസ്സ് മാറിയിട്ട് കാണാം. ബൈ ബൈ. ഹലോ, ഞാൻ ഡ്രസ്സ് മാറി. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്ന് ഗെറ്റ് റെഡി എടുക്കുമെന്നില്ല, കാരണം ഓൾറെഡി ലേറ്റായി. ഇപ്പം പെട്ടെന്ന് ചെയ്തിട്ട് ഹലോ ഗൈസ്, ഞാനെങ്കിൽ ലിപ്സ്റ്റിക് കൂടി ഇടാൻ ബാക്കിയുള്ളൂ. ബാക്കി എൻ്റെ ഇതാണ് എൻ്റെ കണ്ടത്. അല്ല, ഞാൻ മാറ്റാൻ പോകില്ല. പൊട്ടും ചെയ്യും ആരാലി ഇടണോ? മാല ഇടണോ? ഐ ആം നോട്ട് പുട്ടിങ് ദിസ് ടുഡേ ബിക്കോസ് നമ്മളവിടെ പോകുമ്പോൾ അവിടെ ഫുൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഓക്സിഡൈസ് ആയി. ഞാൻ ഈ ക്ലിക്കോള് കുത്താന്നാണ് വരുന്നത്. ഞാൻ ഈ ഒരു സാധനം പിന്നെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബോയാണ് എനിക്ക് PR ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ അത് കുത്താം. അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ക്ലിപ്സ് നമ്മൾ എടുത്തല്ലോ, അത് നമുക്ക് വേണ്ടായിരിക്കും. നമുക്ക് അതിന്റെ പകരം ആ ഒരു ബോ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ആക്കാം. കാരണം ചില ഓൾറെഡി ടീച്ചിരിക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് അത് കറക്റ്റായിട്ട് സെറ്റ് ആവണ്ട. അപ്പൊ നമുക്ക് അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോ വെച്ചിട്ട് എങ്ങനെയുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പൊ നമുക്ക് ഇനി ലിപ്സ്റ്റിക് ഇടാം. നമുക്ക് വെച്ചിട്ട് അത്ര ശരിയാത്ത പറഞ്ഞിട്ടില്ല. ആ സമയം കൊണ്ട് അതിനെ അടിപ്പിക്കാം. അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. പ്രശ്നം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലുക്ക്. ഇതിൽ ഞാൻ ഈ പാൻറ് ഇടില്ല, ഞാൻ ട്രൗസറാണ് ഇടുക ഫോട്ടോയ്ക്ക് എടുക്കാൻ. ഇപ്പോൾ വെയിൽ കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ എൻ്റെ കമ്മൽ കണ്ടില്ല, ഇതാണ് എൻ്റെ കമ്മൽ.
ഞാൻ ടാൻ അടിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞ സ്റ്റാർട്ട് ശേഷം ശേഷം കണ്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ റെഡി ആയി കഴിഞ്ഞ് നമുക്ക് ഇനി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളിന്ന് പോണത് കോറൽ ഐലൻഡിലേക്കാണ്. അപ്പം അതിനാദ്യം പട്ടായ ബീച്ചിലെത്തി. നമ്മളിന്ന് കോറൽ ഐലൻഡിലേക്കാണ്. കോറൽ ഐലൻഡിലേക്കാണ് നമ്മളിനി പോകുന്നത് അല്ലേ? കോറൽ ഐലൻഡിലേക്കല്ലേ പോകണം? കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. കണ്ണ് കാണാല്ലേ ഫോൺ തെറിക്കരുതിട്ടാ, ബീച്ചാണേ. ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ കൈമിക്ക് എന്തോ ഒരു അച്ചൊക്കെ അടിച്ചു കിട്ടും, എന്തോ ബോർഡ് നമ്പറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ അതാ കോർലറിലേക്ക് പോകുന്നതിൽ എന്തൊക്കെ ഒരു 3 ലൈനായിട്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. പോവാണാവോ എന്നാലോചിച്ചൊക്കെ ടെൻഷനായിരുന്നു അപ്പോൾ അതിൻ്റെയായിരുന്നു. എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഈ അച്ചടിച്ച് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇവിടെ ചുട്ട് പൊള്ളുന്ന വെയിലാണ് ഗൈസ്, പറ്റണില്ല. ഞാൻ ഈ ഡേയ്സ് ഫ്ലവറൊക്കെ ഇട്ടത് എന്തുകൊണ്ടും നന്നായി. ഞങ്ങളിപ്പോൾ കോട പിടിച്ചിട്ടാണ് നടക്കണത്. ഇത്രയും ഇതാണ് കൂളിംഗ് ഗ്ലാസ് വെക്കാണെങ്കിൽ നടക്കാനേ പറ്റില്ല, ഇത്രയും ചൂട്. സോ ചൂട്. നമ്മൾ ഇന്നലെ 3 കണ്ട സാധനമാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടുകളിലാണ് കോറൽ ഐലൻഡിലേക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളോട് ക്യൂ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓരോ ഫാമിലിയിട്ട് ഒരു ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ കയറ്റും എന്നാണ് പറഞ്ഞത്. ഇൻഷുറൻസ് വയ്ക്കാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അതിനോട് പേരെന്താണ് ആദ്യമേ ബീച്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എൻ്റെ ഇടയിൽ കൂടെ മാറ്റിയിട്ടോ. കാരണം വെള്ളമായിട്ട് കേടാവണ്ടല്ലോ എന്ന് വിചാരിച്ച ഡ്രസ്സൊക്കെ മാറ്റി. അപ്പൊ അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിക്ക് പോകാനുള്ള എൻ്റെ അടുത്തേക്ക് എത്താറായി. നമ്മൾ അതിന് വേണ്ടി പിന്നെയും ക്യൂവിലെടുത്ത് നിന്നിട്ട് ഓരോരോ ഗ്രൂപ്പായിട്ട് വേണ്ടി കയറ്റുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ അതാണ് നമ്മുടെ ടീം ഗ്രൂപ്പ്. നമ്മൾ ഇത്രയും പേരായിട്ടാണ് നമ്മൾ കായലിലേക്ക് വന്നത്. അപ്പൊ അതാ എല്ലാവരും ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ വേണം ബോട്ടിൽ കയറാനായിട്ട്. ചിലർക്ക് കയറാൻ നമ്മള് സ്പീഡ് ബോട്ടിക്ക് കയറാൻ പോവാണ്. എന്നെ വാങ്ങിച്ചതുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഫോണായതുകൊണ്ട്. ഐ നോ ദാറ്റ്. നമ്മളിത് ആ ബോട്ടിലാണ് കയറാൻ പോകുന്നത്. നമ്മൾ സ്പീഡ് ബോട്ടിൽ പുറപ്പെട്ടു. ഈ സ്പീഡ് ബോട്ട് എന്ന് വിചാരിക്കും പോലെ അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഖത്തറിൽ ചാടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ കുലുങ്ങി നമ്മളൊക്കെ ഒരുമാതിരി ഭയങ്കര വയ്യാണ്ടായ പോലത്തെ ഒരു അവസ്ഥയായി നമ്മുടെ ഈ സ്പീഡ് ബോട്ട് യാത്ര. നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു ബോട്ടിൽ കയറിയിട്ടാണ്. ഇതെന്ന് വെച്ചാൽ കോറൽ ഐലൻഡിലേക്ക് പോണ ഒരു പകുതി വഴിയിൽ നിന്ന് നിർത്തിയിട്ടുള്ള ഒരു ബോട്ടാണ്. ഇത് മൂവ് ചെയ്യാത്ത ബോട്ടാണ്. ഇവിടെ നമ്മൾ പാരസൈലിംഗ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ സീവാക്കിന് വേറെ ലാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് ഇതിനൊക്കെ കാശ് വെക്കേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ സീവാക്കിന് പോകാൻ തീരുമാനിച്ചു. ഞാൻ സിയാറിനും കൂടെ സീവാക്കിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ബാക്കിയുള്ള റൈഡ്സ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നേരം വെയിറ്റിംഗ് ആണ് നമുക്കിവിടെ ചെയ്യണം. അപ്പൊ ഈ ഒരു ബോട്ടിൽ ചെറുതായിട്ടൊരു വേവ്സ് പോലെ ഇടയ്ക്ക് നിൽക്കുന്നവരോട് നമ്മുടെ തലവേദന എടുക്കണ്ടായിരുന്നു. അങ്ങനെതായിരുന്നു. കളർക്ക് ഭയങ്കര ടയർഡായി. രോഷൻ ചെയ്തത് ഓൾറെഡി അവിടെ കിടപ്പായി. അതുപോലെ തന്നെ ഞാനും കുറച്ചേരം ഇരുന്നപ്പോ തന്നെ നമ്മൾ ആ സ്പീഡ് ബോട്ടിൽ നിന്നുള്ള ഒരു തലവേദന ഫുള്ളായിട്ട് മാറിണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കിടക്കണം എന്നുള്ളൊരു അവസരത്തിൽ ശേഷം നമ്മൾ സീവാക്കിന് പോകാനുള്ള വേറൊരു ബോട്ടിലേക്ക് കയറി ഇറങ്ങി. അവിടെ നിന്ന് ആ സീവാക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിയയുടെ ഒക്കെ വീഡിയോ നമുക്ക് കിട്ടി. എന്ത് വീഡിയോ കിട്ടിയില്ല, അതിനുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കയറിയായിരുന്നു. എന്തായാലും വല്ലാത്തൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ സീവാക്ക്. അതിലധികം കോറൽസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, അതായത് ആ ഒരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ അടുത്തൊരു ബോട്ട് കയറി ഇതാ ഞങ്ങള് കോറൽ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോറൽ ഐലൻഡ്. കാരണം അത്ര പച്ച കളറൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. എങ്ങനെ പോയ ഞങ്ങളുടെ കോലം കണ്ടില്ലേ ജോഷ? സിയ എല്ലാവരും സിയുടെ ഡ്രസ്സൊക്കെ നോക്കി ജോഷയുടെ ഡ്രസ്സും എത്ര സമയം പിടിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ഉഷാറായി. അപ്പൊ ഞങ്ങള് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞതാ തിരിച്ച് ഞങ്ങൾ ബസ്സിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയില് ഇപ്പോഴും ഉണ്ട്. എനിക്ക് കൂളിംഗ് ഗ്ലാസ് കാണാനില്ല, എവിടെയാണോ ഈ ബാഗിൽ എവിടെയെങ്കിലും തപ്പിരിക്കും. അത് കാരണം അടുത്തേക്കാണ് നടക്കുന്നത്. വെയിലും കൊണ്ട് നടക്കേണ്ട അവസ്ഥ. ഐ തിങ്ക് ഐ ഹാവ് ടു തിരിയോ ഒരു തുള്ളി കളിക്കില്ല. ഡ്രസ്സോട് നനഞ്ഞിട്ടുണ്ട്. വേരത്തിന് രക്ഷപ്പെടാനും ഡ്രസ്സ് ഉണങ്ങാനും കൊണ്ട് രണ്ടും ഒരുമിച്ച് കിടക്കുന്നതാണ്. നമ്മള് ഫുഡ് അടിക്കാൻ പോവാണ്.
കോറൽ ഐലൻഡിൽ നിന്നുള്ള ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഇവിടുന്ന് ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. ഈ ഹോട്ടലിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നമുക്കൊരു മോരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാധാരണ ഒരു മറ്റേ ബസുമതി റൈസിന്റെ റൈസും സൂപ്പും അതുപോലെ തന്നെ ഫ്രൈസ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഒരു ബട്ടൂര നാൻ പോലെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി, പിന്നെ ഒരു വെജ് ഒരു കറി ഉണ്ടായിരുന്നു. ഒരു നോർമൽ ഒരു സാധാ ഡിഷോ, അങ്ങനെ കുറെ ഐറ്റംസുകളൊന്നും ഇല്ല, ഒരു മിനിമൽ വേണ്ട ഐറ്റംസുകൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അതായത് നമുക്ക് ഇപ്പൊ അവിടെ വന്നിട്ട് സെറ്റ് ആയതുകൊണ്ടോ ഫുഡിനൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിലത്തെ ചോറും ചിക്കൻ കറിയാണ് കൂടുതൽ ഇഷ്ടമായി. അതും ഈ പപ്പടം കൂട്ടി കഴിക്കാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ലഞ്ച്. സോ ലഞ്ച് അടിപൊളി. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ എത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ ഡ്രസ്സ് രാവിലെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ഇതേ സെയിം ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. സോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് കളിക്കുമ്പോൾ നമുക്ക് കുറേ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ട മാതിരി വഞ്ചിയിലുള്ള യാത്രയാണ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കും, എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് എന്താണെന്ന് കാണാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കയറിപ്പോൾ അവിടെ കുറച്ച് ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ അവിടെ വാളിൽ വെച്ചിട്ടുണ്ട്. അവിടുത്തെ രാജാവിൻ്റെയും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്ക് അത് എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് നമ്മൾ അതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കടകളാണ്. അപ്പൊ നമുക്ക് ഒരു എക്സിബിഷൻ പോലെ തന്നെ അതിൽ തന്നെ നമ്മൾക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, അങ്ങനെ പല പല ഐറ്റംസുകളുടെ ഫുൾ കടകളാണ്. അപ്പൊ ആദ്യം നമ്മൾ പോണത് വഞ്ചിയിലൂടെയാണ് പോകണം. എന്നിട്ട് തിരിച്ച് നമ്മൾ നടന്നിട്ട് വരും, ഈ കടകളെല്ലാം കണ്ട് ചുറ്റി നടന്ന് അങ്ങനെ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എൻട്രൻസ്. അപ്പൊ നമ്മളിവിടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടുന്ന് മുതൽ തന്നെ ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് നമ്മൾ കയറുന്നതിന് തന്നെ നമുക്ക് ഇങ്ങനെ വഞ്ചികൾ അവിടെ ഉണ്ടെങ്കിൽ ഉള്ളതനുസരിച്ചാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ഗ്രൂപ്പായിട്ട് വന്ന കാരണമുണ്ട് ഓരോ 5 പേരാണെങ്കിൽ വലിയ ബോട്ട് അങ്ങനെ വഞ്ചി അനുസരിച്ചിട്ടാണ് നമ്മൾ ആൾക്കാരൊക്കെ വഞ്ചികളിലേക്ക് കയറുന്ന ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റ് റോസ് കളറിലുള്ള ഒരു വഞ്ചിയാണ് കിട്ടിയിട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര ലുക്കുള്ള വഞ്ചി എന്നൊക്കെ പറയില്ലേ, എനിക്ക് അവിടെയുള്ള എല്ലാ വഞ്ചിയേക്കാളും ഏറ്റവും ഇഷ്ടം ഈ ബോട്ട് തന്നെയാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടി ചുറ്റും നമുക്ക് തന്നെ കാണാം ഈ ഓലപ്പര പോലെ നമ്മൾ കാണുന്ന സംഭവങ്ങൾ മൊത്തം കടകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല ഓൾമോസ്റ്റ്. അതായത് ഡ്രസ്സുകള്, ജ്യൂസ്, ഡ്രിങ്ക്സ്, മറ്റേ കോക്കനട്ട് ഒക്കെ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ അവിടെ. അപ്പോൾ കോക്കനട്ടിന്റെ കുറെ ഐസ്ക്രീമും അതുപോലെ തന്നെ അതിന്റെ ജ്യൂസും പിന്നെ പല ടൈപ്പുള്ള ഐസ് ടീ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറെ ഡ്രസ്സുകളുടെ കട അങ്ങനെ എനിക്കിടെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട കുറച്ച് വൈറലായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കിട്ടും, ഇവിടെ എന്തൊക്കെ ഇങ്ങനെ എത്ര റേറ്റ് ആവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ ഭയങ്കര ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും പോണത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇഷ്ടമാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിതിന് വണ്ടി ആയിട്ട് നമ്മളത് ആ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോണ വഴിക്കുമ്പോഴടിക്കുക ഇങ്ങനെ ഫോട്ടോ ക്ലിപ്സ് ഒക്കെ ആൾക്കാർ എടുക്കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കത് തിരിച്ചു വരുമ്പോൾ നമുക്കത് ഫോട്ടോ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് തരും. അപ്പം നമുക്കത് വേണമെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ മേടിക്കേണ്ട അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഞങ്ങൾ വഞ്ചിക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് അതിന് പുറത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കടകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ കുറേ പെയിന്റിങ്സ് കാണാം, കുറേ സോവനീഴ്സ് കാണാം. അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ കടകൾ. ഇപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള ഫസ്റ്റ് ഐറ്റം നമ്മൾ എടുക്കുകയാണ്. അതായത് മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ഈ പാച്ചൂർ പോലത്തെ കുറച്ച് ചോറിൽ മാംഗോസ് ഇങ്ങനെ പഴുത്തും അങ്ങ് കട്ടി കെട്ടുള്ള സംഭവം കേട്ടോ. അപ്പൊ ആദ്യം കഴിച്ചപ്പോ ഫസ്റ്റ് പീസിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല സാധനം ഒരാളുടെ എനിക്ക് ഓൾറെഡി പാച്ചോറൊക്കെ ഇഷ്ടമാണ്. സോ അതിൻ്റെ കൂടെ മധുരം കൊണ്ടിട്ട് വരുമ്പോൾ അവൾക്കത് ആദ്യം കഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതായിരുന്നു നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വൈറൽ ഡിഷ്. സോ മാംഗോ സ്റ്റിക്കി റൈസ് ഇതിന് നമുക്കൊരു 9/10 അപ്പം നമുക്ക് റേറ്റിംഗ് കൊടുക്കാം, നല്ലതാണ്. അടുത്തായിട്ട് നമ്മൾ കഴിക്കാൻ പോയത് കോക്കനട്ട് ഐസ്ക്രീമാണ്. ആദ്യം ടേസ്റ്റ് ചെയ്തത് ജോഷുവാണ് കേട്ടോ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജെല്ലി പോലത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പനന്തുങ്ങിന്റെ എന്തെങ്കിലും ആണോ നിങ്ങൾ ഡൗട്ട് അടിച്ചു, പക്ഷെ ഞങ്ങൾക്കത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഐസ്ക്രീം വാസ് റിയലി ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവെ കോക്കനട്ട് അത്ര ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനത്തെ ഒരു നോർമൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധാ കോക്കനട്ട് ഐസ്ക്രീം തന്നെയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 10/10 കൊടുക്കാം. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചതാ. പിന്നെ നടന്നു പോയിട്ട് അടുത്തതായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ അതിലെനിക്ക് പോണത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് ആൾക്കാർ പറയുന്ന കൊക്കഡോയിൽ കഴിക്കാനാണ്. അപ്പോൾ കൊക്കഡോയിൽ ഞാൻ ചെറിയൊരു പീസ കഴിച്ചുള്ളൂ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പപ്പയും സീക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയും ശേഷം പിന്നെ ട്രൈ ചെയ്യാൻ പോയില്ല. അപ്പോൾ സീക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ശേഷം ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് പിന്നെ അവള് പുൽച്ചടി കഴിക്കാൻ പോയിട്ടോ. അത് അവൾ മാത്രം തന്നെ കഴിക്കാൻ പോയുള്ളൂ, അതും അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു.
സോ അങ്ങനെയാണ് നമ്മുടെ കൊക്കറഡായാലും പുൽച്ചാടി മാത്രം. പിന്നെ വേറെ ഇൻസെക്ട്സ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോയില്ല. ചാടി കഴിച്ചപ്പോൾ സിക്ക് അത് കുഞ്ഞെ മീൻ കഴിക്കുന്ന ഫീൽ ആയിരുന്നു കേട്ടോ. നമ്മുടെ ടേസ്റ്റ് ആണെന്നുള്ള നിന്റെ അഭിപ്രായം കേട്ടിട്ട് വേണം. ഇനി നമ്മൾ അടുത്തായിട്ട് ട്രൈ ചെയ്തത് ഐസ് ടീ ആണ് കേട്ടോ. അപ്പൊ അവിടുത്തെ ഐസ് ടീ നല്ലതാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ഐസ് ടീ പറഞ്ഞ് മേടിച്ചു. തായ് ഐസ് ടീ എന്നായിരുന്നു അതിന്റെ പേര്. ഇതൊരു ചായ, ഓൾറെഡി തായ്ലൻഡ് ചായ ഞങ്ങൾക്ക് കഴിച്ചിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു ആ ഒരു ഐസ് ടീക്കും ഉണ്ടായിരുന്നേ. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മരുന്ന് കപ്പ് സിറപ്പ് പോലത്തെ ഒരു മരുന്ന്. ഞങ്ങൾക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. കുറെ കഷ്ടപ്പെട്ടൊരു പകുതിയോളം കുടിച്ച് തീർത്തു. നമ്മൾ ഓർഡർ ചെയ്തത് വെള്ളം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ പക്ഷെ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമായില്ല. ആണെങ്കിൽ ഒരു 4/10 കൊടുക്കാൻ റേറ്റിംഗ്. ഇത് ഇപ്പോഴും ഇവിടെ കയ്യിലിരിക്കുന്നുണ്ട്. ഐസ്ക്രീമിൽ വെച്ച സാധനങ്ങൾ തന്നെയാണോ അതിൽ കിടക്കണം? അല്ലല്ലോ. സൈഡിൽ കാണുമ്പോൾ സെന്റഡ് സോപ്സ് ആണല്ലോ. അത് പല ഷേപ്പിൽ കേട്ട് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അത് നോക്കട്ടെ, ഇജ്ജ് കാണിച്ചു. നാളികേരം തരാം നിനക്ക്. എനിക്കിങ്ങനെ നമ്മുടെ പട്ടായത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കുറേ ഐറ്റംസുകൾ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചുറ്റിക്കറിഞ്ഞ് കണ്ടു കഴിഞ്ഞു ഓൾമോസ്റ്റ്. നമ്മളതിൽ ആകെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ട് വന്നത് നമ്മൾ മേടിച്ച 2 ഡ്രിങ്ക്സ് ആയിരുന്നു. അത് രണ്ടും എനിക്കത്ര ഇഷ്ടമായില്ല. ബാക്കിയൊക്കെ അടിപൊളി തന്നെയായിരുന്നു. കുറേ നടന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ശരിക്കും ഒരു ബോട്ടിൻ്റെ ഷേപ്പാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. അതെല്ലാം ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻട്രൻസ്. ഇതിന്റെ ഭംഗിയിൽ കാണാം, ബോട്ടിന്റെ ഷേപ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങി. അത് നമ്മൾ പോകുന്നത് തായ് മസാജ് സെന്ററിലേക്കാണ്. അങ്ങനെ നമ്മളിതാ തായ് മസാജിന്റെ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ പേര് സുഗു തായ് മസാജ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് പോയിട്ട് നോക്കാം. നമുക്ക് 1 hour ആണ് തായ് മസാജ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ സമയം എത്താണ്ട് 7:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ഇനി നമുക്ക് 1 hour മസാജ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഓൾറെഡി നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ തലവേദനയൊക്കെ മാറുമെന്ന് നോക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇതിട്ടോ. ഞാൻ അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം മസാജ് ചെയ്ത് കഴിയുമ്പോൾ പൊതുവെ നമുക്ക് തലവേദനയൊക്കെ മാറുമല്ലോ. അതായത് നമുക്ക് ഹെയർ സ്പാ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ മസാജ് തന്നെ ഭയങ്കര സുഖം തരുന്ന മസാജ് വരും. അപ്പൊ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പോണേ. ഇനി ഇവിടുത്തെ മസാജ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ മസാജ് സെന്ററിലേക്ക് ഇനി പോവാണ്. മസാജ് സെന്ററിൽ കിട്ടിയപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ തന്നു. നമ്മളോട് മാറിയിട്ട് അങ്ങനെയൊക്കെ എടുക്കാനാണ് പറഞ്ഞത്. പിന്നെ ഡ്രസ്സൊക്കെ മാറിയപ്പോഴേക്കും എന്തോ തായ് മസാജ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ മുന്നോട്ടു. ഞങ്ങൾ 10-12 പേരിൻ്റെ അടുത്ത് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഓരോരോ ബെഡിലേക്ക് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഭയങ്കര സുഖമായിട്ടുള്ളൊരു റിലാക്സിങ് തായ് മസാജ് ഒന്നും എല്ലാവരും കിട്ടും. മസിൽ കുടത്തിനെ പോലത്തെ ആയിരുന്നു. കാലും ഇതൊക്കെ മടക്കി പിന്നെ മസിൽ ഉടക്കുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ എന്നാലും ചൂടിപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേദന സഹായമായിരുന്നു. നല്ല തായ് മസാജ് ആയിരുന്നു. എങ്കിലും രസമുണ്ടായിരുന്നു. ഒരു മസാജ് വെച്ചതൊക്കെ മസിലിനൊക്കെ ഒരു ഉടനെ പോകുന്ന സുഖം തുടങ്ങും. അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു റിലാക്സ്ഡ് ആയ പോലത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. ഈ മസാജിന് പോകാത്ത ആൾക്കാരെ മൊത്തം കൊണ്ടിറക്കിയത് നമ്മുടെ ഈ 21 ആയിട്ടുള്ള വലിയൊരു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ പിക്കാൻ വേണ്ടി പങ്കെടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാളിനേക്കാളും കൂടുതലായിട്ട് ഇതിന് പുറത്ത് കുറേ കുഞ്ഞു ഷോപ്സ് ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും കയറി ഇറങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും നൈറ്റ് അങ്ങോട്ട് പോകാൻ പറ്റുന്നതൊന്ന് നോക്കാം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നല്ലൊരു കുഞ്ഞു കുറെ ഷോപ്സ് ഉണ്ട്. അപ്പൊ അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ റേറ്റ് ഒക്കെ കുറവാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാറും. അപ്പൊ അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുമെന്ന് നമുക്കറിയില്ല. അതൊക്കെയാണെങ്കിൽ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. സോ അതായിരുന്നു നമ്മുടെ ടെർമിനൽ 21. അതിൽ വലിയ മാളോട്ടോ. എന്നാലും നമുക്ക് എയർപോർട്ട് പോലെ കേട്ടോ. ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ ഒരു ടെർമിനൽ പോലെയാണ് അതിൽ ഓരോന്നിന്റെയും സ്ട്രക്ചറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഡിന്നർ അടിക്കാൻ പോവാണ്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ ഫുഡൊക്കെ എന്താണ്. അപ്പോൾ
ഇവിടെയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോർമലി നമുക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെ കിട്ടിയിരുന്നു. ചോറ്, പരിപ്പ്, സൂപ്പ്, തൈര്, അതുപോലെ തന്നെ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പനീർ ഉണ്ടായിരുന്നു, കടായി പനീർ. പിന്നെ അതുപോലെ തന്നെ ഗോപിയുടെ ഒരു മസാല ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ച് എനിക്ക് കിട്ടാറുണ്ടായിരുന്നില്ല എൻ്റെ ഓർമ്മയിൽ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്ന 2 ഡിഷുകൾ. എനിക്ക് ഈ ചോറും ചിക്കനും ഫ്രൈയും ഇത് തന്നെയായിരുന്നു എനിക്ക് ഇവിടെയും ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. കാരണം എനിക്ക് പനീർ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ബാക്കി ഈ ബസ്മതി റൈസ് അതും ഈ ചിക്കനും നല്ലതായിരുന്നു. അപ്പൊ അത് കൂട്ടിയായിരുന്നു ഞാൻ എൻ്റെ ഡിന്നർ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ പിക്കളും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല പിക്കളായിരുന്നു. അപ്പൊ ആ പിക്കളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മള് എല്ലാവരും കൂടെ ഒരു ടേബിളിലിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ട് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് അവിടുത്തെ ഇങ്ങനത്തെ ഇന്ത്യൻ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ലാസ്റ്റ് നമ്മൾ പോയത് എവിടേക്കാന്ന് വെച്ചാൽ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്, പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ഫുഡ് കോർട്ടും അങ്ങനെ സാധാ ഒരു വൈബായിട്ടുള്ള ഒരു സ്ട്രീറ്റ്, രാത്രി ഓണായിട്ടുള്ള ഒരു സ്ട്രീറ്റ് അതായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അത് ഇതല്ല, മറ്റേതാണെന്നുള്ളത് എനിക്ക് ശരിക്കും ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. സോ ഇറ്റ്സ് റിയലി എന്താ പറയാ, ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഷോക്ക്ഡ് ആവില്ല, അതേ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് വോയിസ് ഓവർ ഒന്നും ചെയ്യണില്ല, നിങ്ങൾ അവിടുത്തെ തായ് വോയിസ് കേട്ടോളൂ. അങ്ങനെ എടുക്കാം.
ഇതാണ് നമ്മുടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. സോ ഇവിടുത്തെ ഉള്ളിലേക്ക് കയറിപ്പ് മുതൽ ഇറങ്ങണ വരെ ഫുൾ മ്യൂസിക്കും ബഹളങ്ങളും എന്തൊക്കെയില്ല വേണ്ട അതൊക്കെ ഇവിടെ ഉണ്ട്. ഓരോരുത്തർ നമ്മൾ വിളിക്കും, അവിടെ പാർട്ടിക്ക് പോയോ, ഫ്രീ പാർട്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഫുൾ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഏതോ ഒരു ഭൂമിയിൽ നിന്ന് ഏതോ ഒരു വേൾഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തെ ഒരു ഫീൽ ആയിരുന്നു. അത്രയ്ക്കധികം അവിടെ ഭയങ്കര എന്താ പറയുക ഓണായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. സോ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്, പട്ടായ പോവാം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണെന്നൊക്കെ ശരിക്കും മനസ്സിലായത് ആക്ച്വലി ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോയപ്പോഴാണ്. എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ കാണാൻ പറ്റിയതാണ്. എന്നാലും ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒറ്റയ്ക്ക് പോയ റിസ്ക് ആണെന്ന് മനസ്സിലായ ഒരു ഏരിയ ആണ് കേട്ടോ ആ ഒരു സ്ട്രീറ്റ്. ഇതാണ് നമ്മുടെ പട്ടായ ബീച്ച് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ വാക്കിംഗ് സ്ട്രീറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് പോലത്തെ ഓൾമോസ്റ്റ് എല്ലാം ഐറ്ററിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നാളെ നമ്മൾ പോകുന്നത് നോങ്ങനൂഷ് എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. ആ വില്ലേജിനാണ് നാളെ ഫുൾ ഡേ ഉള്ളത്. അപ്പോൾ നാളെ ഇനി ആയ വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഡേറ്റ് കഴിഞ്ഞ് എത്തിയതാണ്, ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഈ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെയും അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. സോ സീ യു സൂൺ, ബൈ.